BJPയുടെ ദേശീയ ബോധം ഒരു സ്ലീവ്ലെസ് ഡ്രസ് ഇട്ടുകൊണ്ട് ഒരു പെൺകുട്ടി വന്നാൽ അവള് ബലാത്സംഗം ചെയ്യപ്പെടേണ്ടവളാണ്. അല്ലെങ്കിൽ നരേന്ദ്രമോദി മൂർദാബാദ് എന്ന് വിളിക്കുന്നത് ഒരു മുസ്ലിം നാമധാരിയാണെങ്കിൽ ഇവൾ പാകിസ്ഥാനിൽ നിന്ന് ഫണ്ട് കൊണ്ടുവന്നവളാണ്. അയോധ്യയിലൂടെ രാമനിലൂടെ വളർന്നു വന്ന BJP അവിടെ മോഷ്ടിച്ചിരിക്കുന്നു എന്ന് പറയാൻ ഇവിടെ ഒരു പ്രതിപക്ഷമുണ്ടോ? യഥാർത്ഥത്തിൽ ഈ മണ്ണിൻ്റെ അവകാശം ഇവിടുത്തെ ദളിതനാണ്, കറുത്ത വർഗ്ഗക്കാരനാണ്. അവനെ അടിച്ചോടിച്ചു, അവനെ തല്ലി നാട് കടത്തിയും ഒക്കെയാണ് അവൻ കാട് കയറിയത്. ഇപ്പോഴവൻ കാട്ടിൽ, നമ്മൾ നാട്ടിലുമാണ്. രാഹുൽ ഗാന്ധി ആ പാറ്റയുടെ വേദിയിലോട്ട് പോയില്ല. അദ്ദേഹം തൊട്ടിപ്പുറത്ത് വന്നാണ് ആ സമരം നയിച്ചത്. BJPക്ക് ദളിത് സ്നേഹമുണ്ടോ? ഇല്ല. BJPക്ക് ആ സവർണ മനോഭാവമാണ്, ആര്യ മനോഭാവമാണ്. ശശി തരൂർ പറഞ്ഞ ഹിന്ദുത്വം അല്ല BJPയുടെ ഹിന്ദുത്വം. ഗാന്ധി പറഞ്ഞ ഹിന്ദുത്വം അല്ല BJPയുടെ ഹിന്ദുത്വം. തീവ്ര ഹിന്ദുത്വമാണ്. RSSന്റെ അതിശക്തമായ കേഡർ സംവിധാനത്തിലൂടെ ഈ രാജ്യത്ത് ഈ വിഭാഗീയത വളർത്തി, നമ്മളാണ് ഇന്ത്യ എന്ന് പറയുന്നത്, നമ്മുടെ സ്വത്താണ്, ആര്യവംശത്തിൻ്റെ ഭാഗമാണ്, നമ്മളാണ്, നമ്മുടെ ദേശീയതയാണ് ദേശീയത. ആ ദേശീയ ബോധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മനസ്സിലാക്കുന്ന ദേശീയബോധം, ഏറ്റവും മിനിമം ദേശീയബോധം റോഡിൽ തുപ്പരുത് എന്നുള്ളതാണ്. ജെൻസി കിഡ് എന്ന് പറയുമ്പോൾ പലപ്പോഴും ഈ കളിയാക്കുന്നു, അല്ലെങ്കിൽ അവർക്ക് രാഷ്ട്രീയം അറിയത്തില്ല, അവർക്ക് ഇതിനെപ്പറ്റി കൂടുതലായിട്ട് സംസാരിക്കാൻ അറിയില്ല, അവർ പലയിടങ്ങളിലും ശബ്ദം ഉയർത്തുന്നില്ല എന്നുള്ളൊരു പരാതിയൊക്കെ ഉണ്ടായിരുന്നു. പരാതി മാത്രമല്ല, ഇങ്ങനെ ആയിരുന്നു കരുതിയിരുന്നത്. അപ്പം ഈ ഒരു CJPയുടെ പ്രതിഷേധം വന്നപ്പോൾ ആദ്യ നാളുകളിൽ കുറച്ച് പേർ മാത്രമായിരുന്നു. ഘട്ടം ഘട്ടമായിട്ട് വരുന്നതനുസരിച്ച് ഇതിലേക്ക് കൂടുതൽ വിദ്യാർത്ഥികളും ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളും ഈ ഒരു സമരത്തിലെ അനുകൂലിച്ചും പ്രതിഷേധിക്കാനും വേണ്ടിയിട്ട് എത്തി. അങ്ങനെ പ്രതിഷേധിച്ചപ്പോഴാണ് ഈ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ച് ഈ കുട്ടികളുടെ അവകാശത്തിന് നീതി കൊടുത്തത്. ഈ നീതി കൊടുക്കുന്ന സമയത്ത് ഒരൊറ്റ കാര്യം ചോദിക്കാനുള്ളത്, BJP സർക്കാരിന്റെ, അതായത് ഒരു വർഷത്തെ ഒരു കാര്യം കൂടി ഉണ്ട്. ഈ സമരം നടത്തി വിജയിച്ചു കഴിഞ്ഞപ്പോൾ ഈ BJP ഓർത്തില്ല അടുത്ത വോട്ട് ബാങ്ക് ആണ് ഈ വിദ്യാർത്ഥികൾ എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ ഈ BJPയുടെ ഭരണം ഇപ്പോൾ ഞാൻ ആദ്യം ചോദിച്ചത് മടുത്തോ എന്നുള്ളതാണ്. രണ്ടാമത്തേത് എനിക്ക് ചോദിക്കാനുള്ള, ഈ രീതിയിൽ വിദ്യാർത്ഥികൾ ഈ രാഷ്ട്രീയം നോക്കി കാണുമ്പോൾ, അവരുടെ ശബ്ദം ഉയർത്തുമ്പോൾ അവർക്കൊരു കാര്യം അല്ലെങ്കിൽ അവരുടെ മൈൻഡിൽ കാണുമല്ലോ, ഈ CJPയിൽ പ്രതിഷേധിച്ചതും അതിനെ അനുകൂലിച്ച് നമ്മൾ ഉൾപ്പെടെ എല്ലാവരും അവിടെ പോകാൻ കഴിഞ്ഞില്ലെങ്കിലും അവരെ അനുകൂലിച്ചു, കാരണം അത് അവരുടെ അവകാശമാണ്. അങ്ങനെ രാഷ്ട്രീയവും മതവും ജാതിയും ഒന്നും നോക്കാതെ ഒരു പറ്റം കുട്ടികളെ അനുകൂലിക്കുന്നവർ പോലും ഒരു പക്ഷേ മാറി ചിന്തിക്കുന്ന രീതിയിലേക്ക് പോവുകയാണെങ്കിൽ അടുത്തൊരു ഇലക്ഷന് BJPയുടെ ഒരു വളർച്ച വലിയ രീതിയിൽ കുറയില്ലേ? അല്ല, അതിനകത്തുള്ള പ്രശ്നം എന്താ അറിയോ? BJPക്ക് ഇവിടെ കോർ വോട്ടുണ്ട്, ഹിന്ദുത്വ വോട്ടുണ്ട്. ആ ഹിന്ദുത്വ വോട്ട് എന്ന് പറയുന്നത് നമ്മൾ ചിന്തിക്കുന്നതിനൊക്കെ അപ്പുറമാണ്. അവിടെ ഒരു ചോദ്യമുണ്ട്. ഈ ഹിന്ദുത്വ വോട്ടിനെ വിശ്വസിച്ചുകൊണ്ടാണ് അയോധ്യയിൽ രാമക്ഷേത്രം പണിതത്. അതെ, അപ്പൊ അവിടെയും ഈ ഒരു കൊള്ള നടന്നത് കൊണ്ട് വിശ്വാസികളെ വലിയ രീതിയിൽ അത് സ്വാധീനിച്ചിട്ടുണ്ട്. കാരണം വിശ്വാസികൾ ഒരുപറ്റം ആളുകൾ എൻ്റെ രാമൻ, ഞങ്ങൾ പോകുന്നു പുണ്യഭൂമി എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ അവർക്ക് ഒരു കാഴ്ച അർപ്പിക്കുകയാണ്. പണവും പൊന്നും ഉൾപ്പെടെ അവിടെ അർപ്പിക്കുന്ന സമയത്ത് ഇതൊക്കെ കൈയിട്ട് വാരി CCTV ദൃശ്യം വരെ വന്നു. എന്നിട്ട് പോലും ആ പ്രതികൾക്ക് എതിരെ അല്ലെങ്കിൽ അങ്ങനെ ഒരു സംസാരിക്കാനോ അല്ലെങ്കിൽ ആ ഒരു രീതിയിലേക്ക് നടപടി എടുക്കാനോ ഒന്നും മുതിർന്നിട്ടില്ല. പക്ഷെ അതാ ഞാൻ പറഞ്ഞു, ഞാൻ ആ വിഷയം പറയാൻ വരുമായിരുന്നു. അതായത് അത് നമ്മൾ രണ്ടുപേരും അറിഞ്ഞിട്ടുണ്ട്. ഇന്ത്യയിലെ പ്രതിപക്ഷം അത് ഏറ്റെടുത്തിട്ടുണ്ടോ? രാജ്യവ്യാപകമായ അയോധ്യ, പക്ഷെ അയോധ്യയിലെ വിഷയം ഉന്നയിക്കാൻ പോലും സമ്മതിക്കാത്തൊരവസ്ഥയിൽ ഈ CJPയുടെ പ്രതിഷേധം എവിടെ? പാർലമെന്റിലല്ലേ? പുറത്ത് ഉന്നയിച്ചൂടെ? പുറത്ത് സമരം നടത്തി CJP പിള്ളേരെ സമരം നടത്തിയല്ലോ. പ്രതിപക്ഷം എവിടെ? ഇപ്പം നമ്മള് ഒരുപക്ഷെ അങ്ങേക്കും എനിക്കത് ഓർമ്മയില്ല. 90 ഡിസംബർ 6-നാണ്, 92 ഡിസംബർ 6-നാണ് ബാബറി മസ്ജിദ് തകർക്കുന്നത്. ജനിച്ചിട്ടില്ല. എനിക്കന്ന് 7-8 വയസ്സുണ്ട്. അന്നാണ് ഇത് തകർക്കപ്പെടുന്നത്. ആ തകർക്കുന്നതിന് മുമ്പ് ഇന്ത്യയിലുണ്ട് ഒരു പരിപാടിയുണ്ട്, രഥയാത്ര. അൽക്കെ അദ്വാനിയാണ് ചെയ്തത്. രഥയാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് പോയി അയോധ്യയിൽ കർസേവകർ എന്ന് പറഞ്ഞ് കുറേ പേര് അങ്ങോട്ട് പോകും. അവിടെ ചെല്ലുമ്പോൾ പോലീസ് ലാത്തി ചാർജ് ചെയ്യും, വെടിവെക്കും. അപ്പോൾ 1-2 പേര് മരിക്കും. ഈ മരിക്കുന്ന ബോഡി എടുത്തുകൊണ്ട് UPയിലും തീവ്ര പ്രദേശങ്ങളിൽ ഇവർ രഥയാത്ര നടത്തും. ഈ ബോഡി മെച്ചമുണ്ട്, ശവവും മെച്ചമുണ്ട്. കർസേവകർ എന്തിനാ യാത്ര നടത്തുന്നത്? നമ്മുടെ ഒരാളെ തല്ലിക്കൊന്നു. ഈ രഥയാത്രയിലൂടെയാണ് അയോധ്യ പിന്നീട് തകർക്കപ്പെടുകയും ഡിസംബർ 6 ഇന്ത്യയുടെ കറുത്ത ദിനമാവുകയും പിന്നീട് അത് നമ്മുടെ ചരിത്രം കണ്ടാണ് അവിടെ പണി. അപ്പോൾ ഈ വിഷയം രാജ്യവ്യാപകമായി ഉന്നയിക്കാൻ അയോധ്യയിലൂടെ രാമനിലൂടെ വളർന്നു വന്ന BJP അവിടെ മോഷ്ടിച്ചിരിക്കുന്നു എന്ന് പറയാൻ ഇവിടെ ഒരു പ്രതിപക്ഷമുണ്ടോ?
ഇപ്പം നമ്മൾ പണ്ട് പറയത്തില്ലേ, മലയാള സിനിമയിൽ മോഹൻലാൽ മമ്മൂട്ടി, വേറെ ആരുമില്ല. ഒരാൾ പറ മോഹൻലാൽ മമ്മൂട്ടി പ്രതിഫലം കുറയ്ക്കണം, വേറൊരാളുടെ സിനിമയ്ക്ക് ആ സെയിലില്ല, നിങ്ങൾ വീണ്ടും അവരിലേക്ക് പോകും. അപ്പം നിങ്ങൾക്ക് മോദിയെ ബീറ്റ് ചെയ്യാൻ ഒരു ലീഡർ, മോദിക്ക് ഒരു കാര്യം ഞാൻ പറയാം, മോദി ഒരു ബ്രാൻഡ് ഉണ്ടാക്കിയെടുത്താണ് മോദി അല്ലേ. മോദിയുടെ പിന്നെ കരിസ്മ എന്നൊക്കെ പറഞ്ഞ് നമ്മളെ വിശ്വസിപ്പിക്കുകയാണ്. അപ്പം നിങ്ങൾക്ക് അപ്പുറത്ത് അതേപോലെ ബ്രാൻഡ് ചെയ്യപ്പെടാൻ ഒരു ലീഡറെ നിങ്ങൾക്ക് പ്രതിപക്ഷം എന്തുകൊണ്ട് വളർത്തിക്കൊണ്ട് വരുന്നില്ല? പ്രതിപക്ഷമാണല്ലോ വരണം, ഇവർ വരണം എന്ന് നമുക്ക് തോന്നുന്നത് അതുകൊണ്ടാണല്ലോ. ഇടതുപക്ഷ സർക്കാർ കേരളത്തിൽ വന്ന സമയത്ത്, ഇടതുപക്ഷ സർക്കാർ വരുന്ന സമയത്ത് വി.ഡി. സതീശൻ ഒരു ബ്രാൻഡായി വന്നതുകൊണ്ടാണല്ലോ അയാൾ മുഖ്യമന്ത്രിയിലോട്ട് പോയത്. വി.ഡി. സതീശൻ എന്ന് പറയുന്ന ആള് ഒരു യൂഷ്വൽ മുഖ്യമന്ത്രി അല്ല. കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിയാവാൻ ആ പാർട്ടിയിൽ സാമ്പത്തികമായും മേളിൽ നിന്നുള്ള ആൾ കെ.സി. വേണുഗോപാലായിരുന്നു, അല്ല ചെന്നിത്തലയായിരുന്നു. പക്ഷെ എങ്ങനെയാണ് സതീശൻ വന്നത്? ജനങ്ങൾ ബ്രാൻഡ് ചെയ്യിപ്പിച്ചു. ആ ബ്രാൻഡ് അങ്ങനെ അത് PR വർക്കിലൂടെയോ ഒരു ഓർഗാനിക് ആയിട്ടോ ഇവിടെ പ്രതിപക്ഷമുണ്ട്. ഈ വിഷയമായിട്ട് എടുത്തിട്ടുണ്ടോ? ഇനി CJP പിള്ളേരെടുത്ത വിഷയത്തിൽ, പിള്ളേരല്ലേ എടുക്കുന്നേ, അന്ന് നമ്മളൊക്കെ സംസാരിക്കും പാറ്റ, അല്ലെങ്കിൽ പാറ്റ പിള്ളേർ എന്ത് ചെയ്യാനാന്ന് ചോദിച്ചിടത്തുനിന്ന് രാഹുൽ ഗാന്ധി ആ പാറ്റയുടെ വേദിയിലോട്ട് പോയില്ല. അദ്ദേഹം തൊട്ടിപ്പുറത്ത് വന്നാണ് ആ സമരം നയിച്ചത്. അപ്പം എന്ത് ചെയ്താലും വേറൊരാളിലേക്ക് ഇത് കൊടുക്കണ്ടേ, അധികാരം കൊടുക്കണ്ടേ? അതിന് ഇന്ത്യയിലെ ജനങ്ങൾ സത്യത്തിൽ എന്തൊരു ബോധമുള്ളവരാണെന്നറിയോ? അവർ കഴിഞ്ഞ ഇലക്ഷനിൽ അതിൻ്റെ അതിൻ്റെ ഒരു മനോഹാരിത കാണിച്ചു. 400 സീറ്റും ഒക്കെ പറഞ്ഞ് BJP വന്നിടത്തുനിന്ന് അവരെ 240 എത്തിച്ചു. BJPയെ NDAക്ക് ഭൂരിപക്ഷം കിട്ടി, പക്ഷെ BJPയെ താഴെ കൊണ്ടുവന്നു. അപ്പൊ ശക്തമായ പ്രതിപക്ഷം ഇവരൊന്നിക്കാതിരുന്നിട്ടും തമ്മിലടി, സീറ്റ് വിഭജനത്തിൽ തമ്മിലടി, ഒരുത്തനെ ഇഷ്ടമല്ല, ഇന്ത്യ സഖ്യത്തിന്റെ യോഗത്തിൽ ഇവന്മാർ തമ്മിൽ മിണ്ടത്തില്ല. എന്നിട്ട് പോലും ജനങ്ങൾ, അതായത് ഇവന്മാരോട് പറയണം, ഞങ്ങളിവിടെ, അതായത് ജനങ്ങളാണ് ഏറ്റവും പ്രധാനം, ഒരു വിഷയം ഉയർത്തിയിട്ടല്ല ഇന്ത്യ സഖ്യത്തിന് അന്ന് അത്ര വോട്ട് കിട്ടിയത്. രാജ്യവ്യാപകമായി BJPക്കെതിരെ ഒരു പ്രക്ഷോഭവും ഇന്ത്യ സഖ്യം സംഘടിപ്പിച്ചിരുന്നില്ല. പക്ഷെ സ്വാഭാവികമായ ജനങ്ങൾ ഇതിങ്ങനെ പോയാൽ ശരിയാവത്തില്ല, എൻ്റെ ഭാരതം, എൻ്റെ രാജ്യം ഇങ്ങനെയല്ല. ഞാൻ ഇന്ന് വായിച്ച വാർത്തയാണ്, ഇന്ന് രാവിലെ വായിച്ച നമ്മുടെ ഹോക്കി ടീമിന്റെ ജേഴ്സി ബ്ലൂ ആയിരുന്നല്ലോ. ഇന്ത്യൻ ക്രിക്കറ്റ് ടീം എല്ലാം ബ്ലൂ ആണ്, ഇന്ത്യ ഫുട്ബോൾ ക്രിക്കറ്റ് എല്ലാം ബ്ലൂ ആണ്. ഇന്ന് ഇന്ത്യൻ ഹോക്കി ടീമിന്റെ ജേഴ്സി ഫുൾ കാവിയാക്കി. ഈ ഇടയ്ക്ക് വേൾഡ് കപ്പ് നടക്കുകയാണ്, ഫുട്ബോൾ വേൾഡ് കപ്പ് നടന്ന സമയത്ത് 138ാം റാങ്കാണ് ഇന്ത്യക്കുള്ളത്. അതായത് കേപ്പ് വെർദയിലൊക്കെ ആകെ 3 ലക്ഷം പേരേ ഉള്ളൂ, അവന്മാർ അർജന്റീനയ്ക്കെതിരെ കളിച്ചു. ഇവിടെ 138ാം റാങ്ക് ഉണ്ട്, ജനസംഖ്യയിൽ ഏറ്റവും വലിയ രാജ്യം, വേൾഡ് കപ്പ് കളിക്കാൻ പറ്റുന്നില്ല. ആ വേൾഡ് കപ്പ് നടന്നുകൊണ്ടിരുന്നപ്പം വന്ന വാർത്തയാണ് ഇന്ത്യൻ ഫുട്ബോൾ അസോസിയേഷൻ എന്നുള്ള പേര് മാറ്റി ഭാരത് ഫുട്ബോൾ അസോസിയേഷൻ. അപ്പം ഇങ്ങനെ എല്ലാ രീതിയിലും കാവി കളറും ആക്കി, കാവിയുടെ കളറാക്കി. അപ്പൊ ഇപ്പം അതിന് മറുപടി ഇന്ന് പറഞ്ഞേക്കുന്നത്, ഹോക്കി അസോസിയേഷൻ പ്രസിഡന്റ് പറഞ്ഞേക്കുന്നത്, ടർഫിൽ കളിക്കുമ്പോൾ ബ്ലൂ ആണെങ്കിൽ കണ്ണിൽ പ്രശ്നം. അപ്പൊ ഇത്രയും നാൾ എങ്ങനെയാണ് കളിച്ചത്? അല്ല വേറെ കളറോട്ട് എന്താ പോകാൻ പറ്റായിരുന്നു? അപ്പൊ ഇപ്പോഴും ആ പറയുന്ന ദേശീയത അല്ലെങ്കിൽ മതത്തിലെ അടിസ്ഥാനപ്പെടുത്തി, ഇന്ത്യ ഒരു മതരാഷ്ട്രം തന്നെയാണ്, അതിനകത്ത് തർക്കമൊന്നുമില്ല. ഇന്ത്യ എന്ന് പറയുന്ന ഒരുപാട് മതങ്ങളുള്ള, മതവിശ്വാസങ്ങളുള്ള, ഇപ്പോഴും നമുക്കറിയാം, ഇടയ്ക്ക് ഞാൻ കണ്ടൊരു വാർത്തയാണ്, പിന്നെ ഏതോ ഒരു UP-ലാന്ന് തോന്നുന്നു, എവിടെയോ സ്ഥലത്ത് ഈ എഞ്ചിനീയർമാർ, IAS-കാർ, ഡോക്ടേഴ്സൊക്കെ ഒരു ഗുഹയിൽ ഒരു സ്വാമിയെ പോയി തൊഴുതിട്ട് തിരിച്ചു വരുന്നു. അതൊക്കെ വിശ്വാസമാണ്, അതിനൊന്നും നമ്മൾ ചോദ്യം ചെയ്തില്ല, അതിനെ ചോദ്യം ചെയ്തിട്ട് കാര്യവും ഇല്ല. എത്ര നമുക്ക് യുക്തിവാദി ഉണ്ടെങ്കിൽ യുക്തിവാദിയുടെ വിശ്വാസം. അപ്പൊ ഇന്ത്യ പല വിശ്വാസങ്ങളിൽ സമ്പന്നമായ രാജ്യമാണ്. ബ്രിട്ടീഷുകാരുടെ പുസ്തകങ്ങൾ, ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ വരുമ്പോൾ രസമാണ്. അത് അവർ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, അന്ന് ഇന്ത്യ അവരിങ്ങനെ നാട് കാണാൻ വന്ന രാജ്യമാണല്ലോ ഇന്ത്യ. ഈ ഒരു സമയത്ത് അന്ന് വസൂരി രോഗം എന്ന് പറയും, ഇപ്പൊ ചിക്കൻ ബോക്സ് എന്ന് പറയുന്ന രോഗമില്ല, ഇപ്പൊ വസൂരി ഇല്ല, ചിക്കൻ ബോക്സ്. അന്ന് ഈ വസൂരി രോഗം വരുന്ന സമയത്ത് പിശാജ് ബാധയാണെന്ന് പറഞ്ഞിട്ട് ഈ വസൂരി രോഗമുള്ള ആളെ എടുത്ത് എവിടെയാണോ കിടക്കുന്നത് അവിടെ കൊണ്ടുവന്ന് കത്തിച്ച് കളയുമായിരുന്നു. ഇവന് പിശാജ് ബാധിച്ചു എന്നാണ് പറയുന്നത്. അത് VS അച്യുതാനന്ദനുണ്ടല്ലോ, നമ്മുടെ മരിച്ചുപോയ മുഖ്യമന്ത്രി, അദ്ദേഹത്തിന്റെ അമ്മ പോലും ആ സാഹചര്യത്തിൽ കടന്നുപോയി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, എൻ്റെ അമ്മയ്ക്ക് പോലും ഇതൊരു, കാരണം അതിന് മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ല. അങ്ങൊരു രാജ്യത്തേക്കാണ് ബ്രിട്ടീഷുകാർ കടന്നു വന്ന് ഇതിന് മരുന്ന് കൊടുത്തതും ഇതിനെ സയന്റിഫിക് ആക്കി മാറ്റിയത്. അപ്പൊ അങ്ങൊരു രാജ്യമാണ്. അപ്പൊ മതവിശ്വാസം നമുക്ക് എതിർക്കാനൊന്നും പറ്റത്തില്ല, മതത്തെ നിരാകരിച്ചുകൊണ്ട് പോകാൻ പറ്റത്തില്ല. അത് BJP കൃത്യമായിട്ട് സെയിൽ ചെയ്തു എന്നുള്ളതാണ്. അതിനെ പിന്നെ എന്താ പറയുക, നിങ്ങൾക്ക് എന്ത് പ്രശ്നം ഉണ്ടായാലും, നിങ്ങൾക്ക് ഭക്ഷണമില്ലെങ്കിലും, നിങ്ങൾക്ക് വസ്ത്രമില്ലെങ്കിലും, പാർപ്പിടമില്ലെങ്കിലും, നിങ്ങളുടെ തലയ്ക്കകത്തേക്ക് ഒരു സ്റ്റേറ്റ്മെന്റ് തരികയാണ്. ആ സ്റ്റേറ്റ്മെന്റിലാണ്. അപ്പൊ അതിനെയൊക്കെ ചലഞ്ച് ചെയ്യാൻ കഴിയുന്ന ഒരു ചെറുപ്പക്കാര്, അതാണ് ഈ CJP സമരത്തിൽ നമ്മൾ കണ്ടത്. എനിക്കറിയാവുന്ന ഒത്തിരി പേരുണ്ട് BJP യുവമോർച്ചയിലൊക്കെയുള്ള സുഹൃത്തുക്കൾ, അവർ പോലും നമ്മുടെ സംസാരിച്ചു. അത് പറഞ്ഞു, ഇയാളെ രാജിവെപ്പിക്കേണ്ടതാണ്, ഇത്ര അഹങ്കാരം പാടില്ല. അതാണ് ആ സമരത്തിന്റെ കോസാണ്.
അപ്പോൾ ആ രീതിയിൽ എന്താ പറയാ, അടിയന്തരാവസ്ഥ കാലത്ത് പോലും ഇല്ലാതിരുന്ന ഭയം ഒരു രാജ്യത്തെ ഗ്രസിക്കുകയും, നമ്മൾ എന്ത് പറഞ്ഞാൽ വിനോദ് മാത്യു വിൽസനാണ്, വിനോദല്ല, വിനോദ് മാത്യു വിൽസൺ പറഞ്ഞ പ്രശ്നമാണെന്ന് പറയുന്നിടത്ത്, അല്ലെങ്കിൽ ഒരു 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 നസീർ പറയുന്ന പ്രശ്നമാണെന്ന് പറയുന്നിടത്ത് അതിന് ഒന്നും ഞങ്ങൾക്ക് പ്രശ്നമല്ലെന്നും ഞങ്ങൾ നിങ്ങളെ ചോദ്യം ചെയ്യുമെന്നും പഠിപ്പിച്ചു ചെറുപ്പക്കാർ. അത് വലിയൊരു സൈൻ ബോർഡാണ്. വേണേ അങ്ങോട്ട് തിരിയാം. അതായത് ഓരോ വിഷയത്തിനും ഇങ്ങനെ പ്രതിഷേധിച്ച്. അപ്പോൾ അങ്ങ് ചോദ്യം വളരെ പ്രസക്തമാണ്. അതായത് ഇത് വോട്ടായി മാറുമോ, അല്ലെങ്കിൽ BJPയുടെ തകർച്ചയിലേക്ക് എത്തിക്കുമോ? അതിൻ്റെ ഉത്തരം പറയേണ്ടത് ഇങ്ങനെയാണ്: ഇത് വഴിവെട്ടുകയാണ്. ഈ വഴിയിലൂടെ ഈ മൂർഖനും ചെള്ളും എല്ലാം കൂടെ ചേർന്നാണല്ലോ ഇന്ത്യ സഖ്യം എന്ന് പറയുന്ന തർക്കമൊന്നുമില്ല. വ്യത്യസ്തമായ ആശയമാണല്ലോ, ഒരു കാരണവശാലും യോജിക്കാൻ പറ്റാത്തവരാണല്ലേ. അപ്പം ആം ആദ്മി പാർട്ടി ഡൽഹിയിൽ കോൺഗ്രസിനെ തോപ്പിച്ചാണ് വന്നത്. പിന്നീട് കോൺഗ്രസ് ലോക്സഭയിൽ ചേർന്ന് പരാജയപ്പെട്ടു. പിന്നെ രാഹുൽ ഗാന്ധി ഏറ്റവും മോശമായി കേജ്രിവാളിനെ വിമർശിച്ച് ആക്ഷേപിച്ചു, ഗംഗാജലം. അപ്പോൾ ഒന്നിച്ചിരിക്കാൻ പറ്റത്തില്ല. തൃണമൂൽ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി കോൺഗ്രസിൽ നിന്ന് അടർന്നു പോയ ആളാണ് മമതാ ബാനർജി. അവിടെ കോൺഗ്രസിനെയും BJPയും CPM-നെയും ഇല്ലാതാക്കിയ ആളാണ് മമതാ ബാനർജി അവിടെ പാർട്ടി പിടിക്കും. കോൺഗ്രസിനോട് ഒന്നിച്ചിരിക്കാൻ പറ്റുമോ? ദേശീയതലത്തിൽ പറ്റും, നാഷണൽ. CPM-ന് ഇവിടെ പറ്റുമോ? പറ്റത്തില്ല. അപ്പം ഇത്തരത്തിൽ ഭയങ്കര വ്യത്യസ്ത അഭിപ്രായമുള്ളവർ അതെല്ലാം മറന്ന് ഇന്ത്യയിൽ ഒരു 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 എന്താ കുറച്ചുകൂടെ ഭംഗിയുള്ള രാഷ്ട്രീയം കൊണ്ടുവരുന്നതിന് വേണ്ടി ഒന്നിച്ചിരിക്കാൻ സാധിച്ചാൽ മാത്രമേ ഈ CJP സമരം കൊണ്ടും പ്രസക്തമുള്ളൂ. ഇല്ലെങ്കിൽ ഇതെല്ലാം ഉപകാരപ്പെടുന്നത് ആർക്കാണ്? BJPക്ക് തന്നെയാണ് ആത്യന്തികമായി. കാരണം ഇതെല്ലാം ഇത്തരം ചെറുപ്പക്കാരുടെ സമരങ്ങൾ വരുന്നു, അപ്പുറത്ത് അതിശക്തമായി BJP മാറുന്നു. അതായത് ഇവരെ അറ്റാക്ക് ചെയ്യാൻ ഒരു ഏക ഭരണത്തിലേക്ക് പോകണമല്ലോ. അപ്പോൾ അവരുടെ കോർ വോട്ട് കൂടുതൽ ശക്തപ്പെടുന്നു. ഇവര് വിഘടിച്ചു പോകുന്നു. ഇപ്പം അടുത്ത ഇലക്ഷൻ മത്സരിക്കുമ്പോൾ CJP കാൻഡിഡേറ്റ് ഉണ്ടാവും, കോൺഗ്രസിനുണ്ടാവും. അപ്പോൾ ഒരു സ്ഥലത്ത് 50,000 വോട്ടാണെങ്കിൽ 15,000, 18,000 അല്ല 20,000 വോട്ട് BJPക്ക് കിട്ടും. 30,000 വോട്ട് ഇപ്പുറത്തുണ്ട്. അതിൽ 6,000 വോട്ട് CJPക്കാരൻ പിടിക്കും, 5,000 വോട്ട് കോൺഗ്രസ്സുകാരൻ പിടിക്കും. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, കഴിഞ്ഞ നമ്മുടെ ബംഗാൾ തിരഞ്ഞെടുപ്പായിരുന്നല്ലോ, മമതാ ബാനർജി തോറ്റു. ആ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് എല്ലായിട സ്ഥലത്തും പിന്നെ കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർത്തി, ജയിക്കാൻ വേണ്ടിയല്ല, ചുമ്മാ നിർത്തി. എങ്ങനെയായാലും 10,000, 2,000, 3,000 വോട്ട് പിടിച്ച തോക്കത്തില്ലേ? മമതാ ബാനർജി തോക്കത്തില്ലേ? അപ്പം മമതയെ തോൽപ്പിക്കാൻ വേണ്ടി അന്ന് BJPക്ക് ഒപ്പം നിന്നില്ല, BJPയിൽ നിന്ന് മാറി നിന്ന്. എന്നാൽ ഈ വോട്ട് മമതയ്ക്ക് കിട്ടിക്കോട്ടെ, ഞങ്ങൾ മത്സരിക്കുന്നില്ല പറയണ്ടേ? അത് ജനാധിപത്യ സംവിധാനത്തിൽ പറയാൻ പറ്റത്തില്ല, കാരണം ഒരു പാർട്ടിയെ സംബന്ധിച്ച് മത്സരിച്ചേ പറ്റും. പക്ഷെ അങ്ങനെയൊക്കെ ചെയ്താൽ മാത്രമേ ഇത്തരം സമരം കൊണ്ട് പ്രസക്തിയുള്ളൂ. അല്ലെങ്കിൽ ഇതെല്ലാം ആത്യന്തികമായി പ്രയോജനപ്പെടാൻ പോകുന്നത് ഈ പ്രതിപക്ഷ വോട്ടുകളെ ഭിന്നിപ്പിച്ചു കളയും. അവരുടെ ആ വോട്ടിൻ്റെ ഒരുമിച്ച് വരേണ്ട വോട്ടിനെ പല രീതിയിലോട്ട് പോകുമ്പോൾ അത് BJPക്ക് അനുകൂലമാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ സമരം ഇപ്പോൾ അതിനുശേഷം എത്തനോൾ വിഷയത്തിൽ സമരം വരാൻ പോകുന്നു. അത് കഴിഞ്ഞ് നിർമ്മല സീതാരാമനെതിരെ സമരം. എനിക്ക് മനസ്സിലാവുന്നത് ആ സ്ട്രാറ്റജിയാണ് പോകുന്നത്. ഓരോ മന്ത്രിമാരെ ഹിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ധർമ്മേന്ദ്ര പ്രധാൻ, ഗഡ്കരി, നിർമ്മല. അപ്പോൾ 29 എത്തും. അതുവരെ ഈ സമരം പോവുകയും ഇവരെല്ലാവരും കൂടെ ഒരുമിച്ചിരുന്നിട്ട് നമ്മൾ ഒന്നിച്ചിത്തവണ ഒരു കോമൺ മിനിമത്തിലാണ് സീറ്റ് വിഭജനത്തിൻ്റെ തർക്കം മാറ്റിവെച്ച് കോൺഗ്രസ് കുറച്ചുകൂടെയൊക്കെ മയപ്പെടണം. കാരണം കോൺഗ്രസ് സംബന്ധിച്ച് കോൺഗ്രസ് ജനാധിപത്യ പാർട്ടിയാണ്. ഇന്ത്യയിലെ ഒരു തർക്കമില്ല. ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തെ രൂപപ്പെടുത്തിയ വലിയ പങ്കുള്ളൊരു പാർട്ടിയാണ് കോൺഗ്രസ്. കാരണം കോൺഗ്രസ് ആയിരുന്നല്ലോ ഇന്ത്യ ഒന്നുമില്ലാത്ത സ്ഥലത്ത് ഇന്ത്യ ഭരിക്കുന്നത്. പഞ്ചവത്സര പദ്ധതികളും വ്യവസായ വിപ്ലവം ഒക്കെ കൊണ്ടുവന്ന് ഇന്ത്യക്ക് ദിശാബോധം നൽകിയ പാർട്ടി കോൺഗ്രസ് ആണ്. തർക്കമൊന്നുമില്ല വിഷയത്തിൽ. അപ്പോൾ പക്ഷേ അവർ പറയുന്ന ആന മെലിഞ്ഞ തൊഴുത്തി കെട്ടാൻ പറ്റുമെന്ന് അവർ ചോദിക്കുന്നത്. ആന മെലിയുമ്പോൾ തൊഴുത്തി കെട്ടേണ്ട സാധനം കെട്ടണം. അപ്പോൾ അത് കുറച്ചുകൂടെയൊക്കെ വിട്ടുവീഴ്ച മനോഭാവത്തോടു കൂടി അതത് പ്രാദേശിക സംവിധാനത്തെ പാർട്ടികൾ കൂടുതൽ സീറ്റുകൾ നൽകി അവരെ യോജിപ്പിച്ച് നിർത്തി ഒരു കോമൺ മിനിമം പരിപാടിയിൽ കൊണ്ടുവന്നാൽ മാത്രമേ ഈ സമരങ്ങളിൽ പ്രസക്തിയുള്ളൂ. ഇല്ലെങ്കിൽ ഇതൊക്കെ വോട്ട് ഭിന്നിച്ചു പോകും മാത്രം. ജേഴ്സിയുടെ കളർ ബ്ലൂവിൽ നിന്ന് കാവിയിലേക്ക് മാറ്റി എന്ന് പറഞ്ഞത്. അപ്പൊ രാജ്യത്തെ മൊത്തത്തിൽ ഒരു കാവ്യവൽക്കരിക്കപ്പെടുന്ന രീതിയിലേക്കാണ് പോകുന്നത്. ഇതിനിടയിൽ ഹിന്ദു അല്ലെങ്കിൽ ഹിന്ദുവിനെ ഞങ്ങൾ സംരക്ഷിക്കുന്നവരാണ്, അല്ലെങ്കിൽ ഹിന്ദുവിനെ നോക്കുന്നവരാണ് എന്ന് പറയുന്ന RSS പോലും ഈ പല ഹിന്ദുക്കളെയും അങ്ങനെ അവരുടെ രീതിയിൽ കൊണ്ടുപോകാറില്ല. മാത്രമല്ല പല ഹിന്ദുക്കൾക്കും വേണ്ട രീതിയിലുള്ള ആനുകൂല്യങ്ങൾ കിട്ടാറില്ല. ഈ പറയുന്ന കേരളവും കർണാടകയും തമിഴ്നാടും ഒഴിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു അങ്ങോട്ടുള്ള സംസ്ഥാനങ്ങളിലൊക്കെ വലിയ രീതിയിൽ പെൺകുട്ടികൾക്ക് പുറത്തിറങ്ങാനോ അല്ലെങ്കിൽ പഠിക്കാനുള്ള അവകാശങ്ങളൊന്നുമില്ല. അതായത് ഈ താഴ്ന്ന ജാതിപ്പെട്ട, അപ്പോൾ അവിടെയും ഒരു പ്രശ്നമുണ്ട്. ഈ ഹിന്ദു ആണെങ്കിൽ പോലും ജാതി നോക്കിക്കൊണ്ട് മാറുന്ന ഒരു രീതിയുണ്ട്. അവിടെ ഈ
സ്ത്രീകൾക്ക് ഇതേപോലെ തന്നെ സ്ത്രീ സംവരണം കൊണ്ടുവരുന്ന അല്ലെങ്കിൽ വിശ്വഗുരു എന്ന് പറയുന്ന അതേ ടീം തന്നെയാണ് ഈ സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം കൊടുക്കാതെയും അതുപോലെ തന്നെ അവിടെ സുരക്ഷിതരായിട്ട് ഇരിക്കാൻ കഴിയാത്തതിന്റെ ഒരു തെളിവ്. എന്ന് മാത്രമല്ല, നമുക്കറിയാം ഇതിനു മുമ്പ് ഡൽഹിയിൽ ബസ്സിലൊക്കെ നടന്ന അതിക്രൂരമായിട്ടുള്ള പീഡനങ്ങളൊക്കെ ഉണ്ട്. അത് ഇപ്പോഴും നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനെയൊക്കെ ഞങ്ങൾ ഹിന്ദു ആണ് അല്ലെങ്കിൽ ഞങ്ങൾ ഹിന്ദു സംരക്ഷിക്കുന്നവരാണ് എന്ന് RSS ഒക്കെ പറയുമ്പോഴും ഈ അടുത്ത് പോലും അതിനെ ഏറ്റവും കൂടുതൽ അവരുടെ ആ ഒരു നയം അല്ലെങ്കിൽ അജണ്ട വ്യക്തമാക്കുന്ന ഒരു പരാമർശം നടന്നു. അത് TJ മോഹൻദാസ് നടത്തിയ TJ മോഹൻദാസ് നടത്തിയ ഒരു പരാമർശം, ഈ പെൺകുട്ടികൾ ഇവിടെ പോകുന്നത് ബലാത്സംഗം ചെയ്യപ്പെടാൻ ഇഷ്ടപ്പെടുന്നവരാണ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. ഇത് നമ്മൾ RSSന്റെ ഒരു ചരിത്രം എടുത്ത് അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ ഇവരുടെ ഈ ഒരു പുസ്തകത്തില് അല്ലെങ്കിൽ ഇവരുടെ ആ ഒരു ചരിത്രപരമായിട്ടുള്ള ആ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് മുഗൾ രാജാക്കന്മാരുടെ അല്ലെങ്കിൽ അവരുടെ ഭാര്യമാർ അല്ലെങ്കിൽ അവിടുത്തെ സ്ത്രീകളെ ബലാത്സംഗം ചെയ്യാൻ അതിന് കുഴപ്പമില്ല എന്നുള്ളൊരു സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ അങ്ങനെ ഒരു പരാമർശമുണ്ട്. അപ്പം ആ കാര്യം തന്നെയല്ലേ ഇപ്പോഴും നടത്തി വരുന്നത്. മാത്രമല്ല ഇതിന്റെ കൂടെ ഇവര് സ്വന്തം ഹിന്ദുക്കൾ എന്ന് പറയുന്ന താഴ്ന്ന ജാതിപ്പെട്ട ആളുകളെ പോലും അവഗണിക്കുന്ന രീതിയല്ല കാണിക്കുന്നത്. അപ്പൊ ഇവിടെ എന്താണ് സത്യത്തിൽ ഈ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഒരു ഹിന്ദുവാക്കി മാറ്റുവാണോ, അതല്ലെങ്കിൽ ഹിന്ദു രാഷ്ട്രീയത്തിന്റെ പേരിൽ ഈ ഒരു ഒറ്റ രാജ്യം അല്ലെങ്കിൽ ഒറ്റ തെരഞ്ഞെടുപ്പ് എന്നതിലേക്ക് RSSും BJPയും കൂടി ഒരുമിച്ച് വരുന്നതാണ്? അത് ഇപ്പം നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ എത്രത്തോളം അത് ആൾക്കാർക്ക് മനസ്സിലാവുമെന്ന് അറിയത്തില്ല, എന്നാലും പറയാം. ഇപ്പം നമ്മൾ ഇവിടുത്തെ കാസ്റ്റ് സിസ്റ്റം നമുക്ക് നോക്കാം. നായർ കമ്മ്യൂണിറ്റി, ഈഴവ കമ്മ്യൂണിറ്റി, കമ്മ്യൂണിറ്റികളായിട്ടാണല്ലോ, ദളിത്. അപ്പം ഞാൻ മനസ്സിലാക്കുന്നത് സത്യത്തിൽ ഈ രാജ്യം ദളിതൻ്റെ ആയിരുന്നു. അവൻ ബ്രിട്ടീഷ് അവർ വരുമ്പോൾ ഇവിടെ ദളിതനേ ഉള്ളൂ. ഇവിടെ പിന്നെ സായിപ്പും തൊലി വെളുത്തവനും ഒന്നും ഇവിടുത്തുകാരനല്ല, അത് അവിടുന്ന് വന്നതാണ്, മിക്സഡ് സാധനമാണ് ഇതെല്ലാം. അപ്പം യഥാർത്ഥത്തിൽ ഈ മണ്ണിൻ്റെ അവകാശം ഇവിടുത്തെ ദളിതനാണ്, കറുത്ത വർഗ്ഗക്കാരനാണ്. അവനെ അടിച്ചോടിച്ചും അവനെ തല്ലി നാട് കടത്തിയും ഒക്കെയാണ് അവൻ കാട് കയറിയത്. ഇപ്പോഴവൻ കാട്ടിലും നമ്മൾ നാട്ടിലുമാണ്. അപ്പം ഈ മനോഭാവം ഇന്ത്യയിൽ വെച്ച് പുലർത്തുന്ന ഒറ്റ സ്റ്റേറ്റുകൾ തമിഴ്നാടാണ്. അതുകൊണ്ടാണ് തമിഴ്നാട് എന്ന് പറയുന്ന രാജ്യത്തിന് ഹിന്ദി ഭാഷ, അത് ഇന്ദിരാഗാന്ധിയുടെ സമയത്ത് തുടങ്ങിയതാണ് ഹിന്ദി ഭാഷ രാജ്യമൊട്ടാകെ. പക്ഷെ ഇത്രയും ശക്തമായിരുന്നില്ല. അന്ന് തമിഴത്തെ വലിയ നേതാക്കൾ MGR അടക്കമുള്ള ആൾക്കാരുടെ നിലപാട് ഇവിടെ പഠിപ്പിക്കില്ല, ഞങ്ങൾ ദ്രാവിഡ കൾച്ചറാണ്, ഞങ്ങൾ കറുത്തവൻ്റെ കൾച്ചറാണ്, ഇവിടെ ഹിന്ദി വേണ്ട, ഇവിടെ ഞങ്ങളുടെ തമിഴ് എന്ന് പറയുന്ന പ്രാദേശികത്വത്തിൽ ഒതുങ്ങി നിന്ന ഏക മനുഷ്യർ തമിഴരാണ്. അപ്പം നമ്മൾ ഇപ്പോൾ കേരളം വിട്ടു പോവുകയാണ്. ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ നമ്മൾ UP അല്ലെങ്കിൽ മധ്യപ്രദേശൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഹിന്ദു സമുദായത്തിലെ ഉന്നത രജപുത്ര വംശർ കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ. അപ്പോൾ അത്തരത്തിലുള്ളവരാണ് അവിടുത്തെ ഹയർ കാസ്റ്റ് എന്ന് പറയുന്നത്. ഇപ്പം ഇവിടെ നമ്മൾ ഹയർ കാസ്റ്റ് എന്ന് പറയുന്ന ആൾക്കാരുണ്ടല്ലോ, അതായത് ഹയർ കാസ്റ്റാണ് ഞാൻ ഹിന്ദു എന്ന് പറയുന്നവർ, ഈ പറയുന്ന വടക്കൻ സംസ്ഥാനങ്ങളിൽ അവിടെ ചെന്ന് പറഞ്ഞാൽ അവരിപ്പോഴും അതിന്റെ ശൂദ്ര വംശത്തിൽ കിടക്കുന്നവരാണ്. സർനെയിം വെച്ചിട്ടാണ് രജപുത്ര വംശരുടെ മുമ്പിൽ നിൽക്കാൻ ഇവിടുത്തെ സവർണ ആൾക്കാർക്ക് അവിടെ പോയി രജപുത്രയുടെ വീട്ടിൽ ഇരിക്കാൻ പറ്റില്ല. അപ്പം BJP എന്ന് പറയുന്ന ഒരു പാർട്ടിക്ക് BJPക്ക് ദളിത് സ്നേഹമുണ്ടോ? ഇല്ല. BJPക്ക് ആ സവർണ മനോഭാവമാണ്, ആര്യ മനോഭാവമാണ്. അപ്പോൾ ആ സവർണ മനോഭാവത്തിൽ നിന്നുകൊണ്ടുള്ള ആ ബ്രാഹ്മണിക്കൽ ചിന്താഗതികൾ കാര്യങ്ങളുമാണ്. അതുകൊണ്ടാണ് BJP അത്തരത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയായി ഇന്ത്യയിൽ അത്തരം രാഷ്ട്രീയ. അപ്പോൾ ഞാൻ ഡൽഹിയിൽ കണ്ടിട്ടുള്ളതാണ്. ഇപ്പം ഡൽഹിയിൽ BJP ആം ആദ്മി പാർട്ടിയുമായിട്ടുള്ള ഫൈറ്റിൽ ജയിച്ചെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ 2-3 വിഭാഗം ആൾക്കാരുണ്ട്. അതായത് സവർണ ഏറ്റവും ഉന്നത കുലജാതർ എന്ന് പറയുന്ന തീവ്ര ഹിന്ദു സമുദായത്തിൽപ്പെട്ടവരുണ്ട്. 2 പറയുന്നത് മിഡിൽ ക്ലാസ് ഉണ്ട്, ലോവർ ക്ലാസ് ആയിട്ടുള്ള ചേരികൾ താമസിക്കുന്നവരുണ്ട്. ഈ ചേരികൾ താമസിക്കുന്ന മുഴുവൻ ആൾക്കാരും ഒരു സാധാരണ പാർട്ടി നില ആം ആദ്മിക്കൊപ്പം നിന്നു. ഹയർ കാസ്റ്റ് കേജ്രിവാളിനെ തൊട്ട് നോക്കിയിട്ടില്ല, കാരണം പുച്ഛമാണ് അവർക്ക്. ചൂല് ചിഹ്നം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പുച്ഛമാണ്. മിഡിൽ ക്ലാസ് എന്ന് പറയുന്നവരായിരുന്നു വോട്ടിംഗ് ഷിഫ്റ്റ് വരുന്നത്. ആ വോട്ട് ഷിഫ്റ്റ് ചെയ്ത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സമയത്ത് ഇൻകം ടാക്സിൻ്റെ പരിധി 12 ലക്ഷമാക്കി കുറച്ചു. അപ്പോൾ ആ സാഹചര്യത്തിലാണ് ആ വോട്ട് BJPയിലോട്ട് പോകുന്നത്. കാസ്റ്റ് സിസ്റ്റം കറക്റ്റായിട്ടാണ് അവിടെ പൊയ്ക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇന്ത്യയിൽ ഞാൻ വളരെ വ്യക്തമാണ് ആ ചോദ്യം. അതായത് നമ്മുടെ രാജ്യത്ത് ഏറ്റവും ഉന്നത ഹയർ ഹിന്ദു എന്ന് പറയുന്ന ആൾക്കാരുടെ വോട്ടും ഒപ്പം ചില സവിശേഷമായ സാഹചര്യത്തിൽ ഇലക്ഷൻ വരുന്ന സമയത്ത് BJPയുടെ ചില ഗിമ്മിക്സുകളിൽ പോകുന്ന വോട്ടും കൂടെ ചേർന്നാണ് BJP ഇന്ത്യ ഭരിക്കുന്നത്. ആ ഹിന്ദുത്വ മനോഭാവത്തെ അതാണ് ഹിന്ദു. ഗാന്ധി പറഞ്ഞ ശശി തരൂർ പറഞ്ഞ ഹിന്ദുത്വം അല്ല BJPയുടെ ഹിന്ദുത്വം.
ഗാന്ധി പറഞ്ഞ ഹിന്ദുത്വം അല്ല BJPയുടെ ഹിന്ദുത്വം, തീവ്ര ഹിന്ദുത്വമാണ്. അതായത് ഹിന്ദു കാസ്റ്റിൽ തന്നെ ഹിന്ദു എന്ന് പറയുന്നതിനകത്ത് തന്നെയുള്ള സാധാരണക്കാരൻ അല്ലെ ഹിന്ദു ലോവർ കാസ്റ്റിൽപ്പെട്ടവന് ഇപ്പോഴും BJPയുടെ ഉന്നതമായ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ യാതൊരു റോളും ഇല്ല, ഒരു സാഹചര്യവും ഇല്ല. അപ്പം ഇന്ത്യ ഭരിക്കാൻ അവരുടെ ആവശ്യമില്ല. അതാണ് BJPക്ക്. ആ വോട്ട് ബാങ്ക് എടുത്ത് നോക്കിയാൽ നമ്മുടെ പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലേക്ക് പോകുമ്പോൾ അവിടുത്തെ വോട്ടിംഗ് പാറ്റേൺ, ഇപ്പം ഗുജറാത്ത് എന്ന് പറയുന്ന സ്ഥലത്ത് വോട്ടിംഗ് പാറ്റേൺ നിശ്ചയിക്കുന്നത് വളരെ രസകരമാണ്. നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവുന്നത് അവിടുത്തെ ലോക്കൽ സ്ഥലങ്ങളുണ്ടല്ലോ. നമ്മുടെ ഇവിടെയൊക്കെയാണ് ഇപ്പോഴും കൂലി കിട്ടിയില്ലെങ്കിൽ പിറ്റേന്ന് സമരം. നമ്മൾ ഗുജറാത്തിലും അവിടെ ഇവിടെയൊക്കെ പല സ്ഥലങ്ങളിലും പല ഇലക്ഷനൊക്കെ വരുമ്പോൾ ഇവിടുത്തെ ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതായത് അവിടേക്കൊന്നും പ്രചരണം പോലും എത്തുന്നില്ല. ആരാണ് മത്സരിക്കുന്നത് അവർക്കറിയത്തില്ല. അവര് കൂട്ടമുണ്ട്, അവർ കൂടിയിട്ട് നമ്മൾ ഇത്തവണ ഇവർക്കാണ് വോട്ട് ചെയ്യുന്നത് പറഞ്ഞാൽ അവർക്കാണ് വോട്ട് ചെയ്യുന്നത്. ശബ്ദിക്കാൻ അവകാശമില്ല. മിനിമം വേജസ് ആക്ട് എന്ന് പറഞ്ഞ ആക്ട് നമ്മുടെ രാജ്യത്തുണ്ട്. അതിനെപ്പറ്റി അവർക്ക് യാതൊരു അടിസ്ഥാനപരമായ വിവരവും ഇല്ല. പിന്നെ എന്താ കഷ്ടപ്പെട്ട് അതുകൊണ്ട് ഇപ്പം എന്താ പറയുക, ഇപ്പം നീറ്റ് പരീക്ഷ ബന്ധപ്പെട്ട് നമ്മൾ കണ്ടതല്ലേ. നീറ്റ് പരീക്ഷ ബന്ധപ്പെട്ട് പല സെന്ററുകളും വെച്ചിരിക്കുന്ന എവിടെയാണ്? ലോക്കൽ സ്ഥലങ്ങളിലാണ്, പല ലോക്കൽ സ്ഥലങ്ങളിലാണ്. അവിടുത്തെ നമ്മൾ മരണപ്പെട്ട 17 വിദ്യാർത്ഥികൾ മരണപ്പെട്ടപ്പോൾ ആ 17 കുട്ടികളും സാധാരണക്കാരൻ്റെ കുട്ടികളാണ്. അതുകൊണ്ട് അവർ ആത്മഹത്യ ചെയ്തു. കാരണം അവര് രാവിലെ അവൻ്റെ പപ്പ പാനിപ്പൂരി വിറ്റും അല്ലെങ്കിൽ കുതിരവണ്ടി ഓടിച്ചും അല്ലെങ്കിൽ റോഡിൽ പോയി മുല്ലപ്പൂ വിറ്റും തട്ടുദോശ വിറ്റും ഒക്കെയാണ് അവർ പൈസ ഉണ്ടാക്കുന്നത്. ആ പൈസയിൽ നിന്നെടുത്താണ് കുട്ടികളെ ഡോക്ടറാകുക. കാരണം വിദ്യാഭ്യാസത്തിലൂടെ ആണല്ലോ ഒരു തലമുറയെ നമുക്ക് വളർത്തിയെടുക്കുക. അല്ലെങ്കിൽ നമുക്ക് വല്ല ലോട്ടറിയൊക്കെ അടിക്കണം. അല്ലാത്ത ഏതൊരു മനുഷ്യനും രക്ഷപ്പെടാൻ ഏറ്റവും പ്രധാനപ്പെട്ട സാധനം വിദ്യാഭ്യാസമാണ്. അത് ജോലി കിട്ടുക. ആ വിദ്യാഭ്യാസം തകർന്നപ്പോൾ ഇപ്പം 17 വയസ്സുള്ള കുഞ്ഞിനെ സംബന്ധിച്ച് ചിന്തിക്കാമല്ലോ, ഓക്കെ ഞാൻ നീറ്റ് എഴുതി കിട്ടിയില്ല, എനിക്ക് മറ്റൊരു ജോലിക്ക് പോകാം. എന്തുകൊണ്ട് അവൻ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിക്കുന്നത്? അവൻ ആ നീറ്റ് പരീക്ഷ കിട്ടാത്തതിൻ്റെ പുറത്ത് മാത്രമല്ല, അവൻ്റെ ചിലപ്പോൾ 6-7 ലക്ഷം രൂപ മുടക്കിയാണ് ഈ വർഷം 1-2 വർഷം എടുത്ത് ഇതിനു വേണ്ടി പരിശീലിക്കുന്നതും പോയി നിൽക്കുന്നതും ഹോസ്റ്റലിൽ നിൽക്കുന്നതും പഠിക്കുന്നതും. വീട്ടിൽ അന്ന് അരിവെന്ത് കാണത്തില്ല, അല്ലെ അമ്മയുടെ ആശുപത്രിയിലുള്ള ചികിത്സയ്ക്ക് പണം കിട്ടിക്കാണത്തില്ല. ആ പൈസ കൊണ്ട് കുട്ടികൾ പഠിക്കുന്നു, സാധാരണക്കാരൻ്റെ മക്കൾ. അപ്പോൾ ഇത് തകർന്നു പോയി, ഇനി ഇത് തിരിച്ചു. അപ്പം ഇത്രയും പൈസ പോയി കഷ്ടപ്പെട്ട് എനിക്ക് വേണ്ടിയിട്ട്. ആ വിഷമത്തിലാണ് ആ കുഞ്ഞുങ്ങൾ ആത്മഹത്യ ചെയ്തത്. അല്ലാതെ അവർക്കിപ്പം 17 വയസ്സുള്ള കൊച്ചിനെ സംബന്ധിച്ച് പരീക്ഷ കിട്ടിയില്ലെങ്കിൽ, നീറ്റ് പരീക്ഷ കിട്ടിയില്ല, അവർ അടുത്ത ജോലിയിലോട്ട് പോകാം. അപ്പം ഈ രീതിയിൽ കാസ്റ്റ് സിസ്റ്റം ആണെങ്കിലും അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയാണെങ്കിലും സാധാരണക്കാരിൽ നിന്ന് അകറ്റി നിർത്തി ഒരു തീവ്ര ഹിന്ദുത്വ ലൈനിൽ, അത് അങ്ങ് സൂചിപ്പിച്ചത് പിന്നെ ഗോൾവാർക്കറിൻ്റെ ചിന്തകളും വിചാരധാര ചിന്തകളും അങ്ങ് സൂചിപ്പിച്ചത്. ആ ചിന്തയിൽ പറയുന്ന പോലെ മുസ്ലിംസിനെ എതിർക്കേണ്ടവരാണ്, ക്രിസ്ത്യൻസിനെ എതിർക്കേണ്ടവരാണ് എന്ന് പറഞ്ഞ് പഠിപ്പിച്ച് നമ്മളൊരു ഹിറ്റ്ലറിൻ്റെ കാര്യം സൂചിപ്പിച്ചതുപോലെ ലോകത്തെ എന്താ പറയുക ഏറ്റവും എന്താ പറയുക സവർണ വിഭാഗം നമ്മളാണ് ലോകത്തെ ഏറ്റവും അധികാരത്തിലെത്തേണ്ട വിഭാഗം നമ്മളാണ് എന്ന് പറഞ്ഞ് പഠിപ്പിച്ച് ആ പഠനത്തിൻ്റെ ഭാഗമായിട്ട് രാജ്യം ഭരിക്കുകയും അതിനൊരു ആശയ രൂപീകരണം നടത്തുകയും അതിലൂടെ RSS എന്ന് പറയുന്ന ഏറ്റവും സൈലൻ്റായി ഇന്ത്യയിൽ വർക്ക് ചെയ്യുന്ന സംവിധാനം RSS. നിങ്ങൾക്ക് RSSനെ എങ്ങും പുറത്ത് കാണാൻ പറ്റത്തില്ല. പത്രത്തിൽ എവിടെയെങ്കിലും RSSൻ്റെ വാർത്തയുണ്ട്. RSS രാവിലെ റോഡ് പണിയുന്നതിന് RSS പ്രതിനിധി സംസാരിച്ചു എന്ന് പറഞ്ഞ എവിടെയെങ്കിലും വാർത്ത വരുമോ? അല്ലെ ലയൺസ് ക്ലബ്ബ് ഉദ്ഘാടനം ചെയ്ത എന്നൊരു വാർത്ത വരുമോ? ഇല്ല. RSS എന്ന് പറയുന്നത് നമുക്ക് കാണാനേ കഴിയില്ല. RSSന് എത്ര ശാഖയുണ്ടെന്ന് നമുക്ക് അറിയാൻ പറ്റുമോ? ഇപ്പം SNDPക്കും NSSനും ഇവിടുത്തെ കത്തോലിക്ക സഭയ്ക്കും അല്ലെങ്കിൽ MESനും ഒക്കെ എത്ര സ്ഥാപനം ഉണ്ടെന്നും എത്ര മെമ്പർമാരും അവരിങ്ങനെ 40 വട്ടം പറഞ്ഞുകൊണ്ടിരിക്കും ഞങ്ങളുടെ വോട്ട് കൊണ്ടാണ്. ഏതെങ്കിലും RSSകാരൻ വന്നിട്ട് അത് പറഞ്ഞിട്ടുണ്ടോ? RSS ഏറ്റവും സൈലന്റ് റൂട്ടിൽ വർക്ക് ചെയ്യുന്നവരാണ്. നമുക്ക് അവരെ കണ്ടാൽ പോലും തിരിച്ചറിയത്തില്ല. അപ്പോൾ ആ RSSൻ്റെ അതിശക്തമായ കേഡർ സംവിധാനത്തിലൂടെ ഈ രാജ്യത്ത് ഈ വിഭാഗീയത വളർത്തി നമ്മളാണ് ഇന്ത്യ എന്ന് പറയുന്നത്, നമ്മുടെ സ്വത്താണ്, ആര്യവംശത്തിൻ്റെ ഭാഗമാണ്, നമ്മുടെ ദേശീയതയാണ് ദേശീയത. ആ ദേശീയ ബോധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മനസ്സിലാക്കുന്ന ദേശീയബോധം ഏറ്റവും മിനിമം ദേശീയബോധം റോഡിൽ തുപ്പരുത് എന്നുള്ളതാണ്. അല്ലെ പ്ലാസ്റ്റിക് കൊണ്ടുവന്ന് മാലിന്യം കൊണ്ട് റോഡിൽ ഇടരുത് എന്നുള്ളതാണ്. അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ വെള്ളം പോകുന്ന വഴി വെട്ടി അപ്പുറത്തെ വീട്ടോട്ടും. ഇതാണ് ഞാൻ കാണുന്ന ദേശീയ ബോധം എന്ന് പറയുന്നത്, എൻ്റെ സിവിക് സെൻസ് എന്നാണ് പറയുന്നത്. പക്ഷേ BJPയുടെ ദേശീയബോധം അതല്ല. BJPയുടെ ദേശീയബോധം ഒരു സ്ലീവ്ലെസ് ഡ്രസ് ഇട്ടുകൊണ്ട് ഒരു പെൺകുട്ടി വന്നാൽ അവൾ ബലാത്സംഗം ചെയ്യപ്പെടേണ്ടവളാണ്. അല്ലെങ്കിൽ നരേന്ദ്രമോദി മൂർധാബാദ് എന്ന് വിളിക്കുന്നത് ഒരു മുസ്ലിം നാമധാരിയാണെങ്കിൽ ഇവൾ പാകിസ്ഥാനിൽ നിന്ന് ഫണ്ട് കൊണ്ടുവന്നവളാണ്. അപ്പം ഇനി വേറെ കാര്യമാണ്, ഇനി ദേശീയബോധം എന്ന് പറയുമ്പം അത് ഇവർ മനസ്സിലാക്കുന്നില്ല. സത്യത്തിൽ ഈ രവീന്ദ്രനാഥ ടാഗോറൊക്കെ എഴുതി വെച്ചിരിക്കുന്ന വാചകങ്ങളും പഠനങ്ങളും പഠിച്ചത്
ഈ അതിർത്തികൾ തന്നെ ഉണ്ടല്ലോ. ഇപ്പം ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി, ഈ അതിർത്തി എന്ന് പറഞ്ഞാൽ എന്തിനു വേണ്ടിയാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്? ഭരിക്കാൻ വേണ്ടി മാത്രമാണ്. മനുഷ്യൻ തമ്മിൽ അതിർത്തിയൊന്നുമില്ല. ലോക സംസ്ഥ സുഖിനോ ഭവന്തൂന്നും ഒക്കെയാണ് നമ്മളെ പഠിപ്പിക്കുന്നതും വിശ്വ മാനവികതയൊക്കെ നമ്മളെ പഠിപ്പിക്കും. മനുഷ്യൻ തമ്മിൽ അതിർത്തിയൊന്നുമില്ല. അത് സിനിമകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പം പാകിസ്ഥാന്റെ അതിർത്തിയിൽ നിന്ന് യുദ്ധം ചെയ്യുന്ന അവിടെ അതിർത്തിയിൽ നിൽക്കുന്ന പട്ടാളക്കാരനും അപ്പുറത്തെ പട്ടാളക്കാരനും ഒരേ സമയം അവിടെ നിന്ന് അവൻ ഭക്ഷണം കൈമാറുന്നുണ്ട്. അവൻ ഫുഡ് അങ്ങോട്ടും ഇങ്ങോട്ടും വെള്ളം കഴിയും. പക്ഷെ അവിടുന്ന് മേളിൽ നിന്ന് ഉത്തരവ് വരുമ്പോൾ അവൻ വെടിവെച്ചേ പറ്റൂ. കാരണം അവിടുന്ന് അവനോട് പറയരുത്. കാരണം അവർക്ക് ഇതറിയത്തില്ല. അവർക്ക് ഈ അതിർത്തിയിൽ നിർത്തിയ ആളെ കൊന്നും അല്ലെങ്കിൽ പട്ടാളക്കാരെ യുദ്ധം ചെയ്യിപ്പിച്ചും ഒക്കെയാണ് ഈ ദേശീയ ബോധം, അതായത് ദേശീയത എന്ന് പറയുന്ന, ഞാൻ ഇന്ത്യൻ എന്ന് പറയുന്ന ബോധത്തെ ഉദ്ദീപിപ്പിക്കുന്നത്. അതാണല്ലോ നമ്മുടെ സ്ഥിരകൾ കയറുന്നത്. അതുകൊണ്ടാണല്ലോ നമുക്ക് ഒരാളെ കൊല്ലാൻ പറ്റുന്നത്. ഇപ്പം നമുക്ക് നമ്മുടെ മാതാപിതാക്കളെ ചീത്ത വിളിച്ച അവസരം കൊല്ലാൻ പറ്റത്തില്ല, അല്ല നമ്മുടെ ഭാര്യയെ മോശമായിട്ട് നമുക്ക് കൊല്ലാൻ തോന്നില്ല. പക്ഷെ നിങ്ങൾ ഭാരത് മാത അധിക്ഷേപിച്ച് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരാൾക്കൊരു വെട്ടിക്കൊല്ലാൻ തോന്നുന്നത് നിങ്ങളുടെ ഉള്ളിലേക്ക് തന്നിരിക്കുന്ന ഈ കപട ദേശീയതയാണ്. അതല്ല ദേശീയ ബോധം. ദേശീയ ബോധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ മനുഷ്യരും എൻ്റെ സുഹൃത്തുക്കളാണെന്നും ഇത് മാനവിക സ്നേഹമാണ്, എല്ലാവൻ്റെയും ചോര ഇവിടെ മുറിഞ്ഞ ചോര വരുമെന്നും, എന്താ പറയുക, ഈ ഓരോ നമ്മൾ ഇരിക്കുന്ന സ്ഥലം അത് അപ്പുറത്തെ അയൽക്കാരനെ, ഇതാണ് ദേശീയ ബോധം. ആ ദേശീയ ബോധം അല്ല BJP പഠിപ്പിക്കുന്നത്. അതാണ് എൻ്റെ ഉത്തരം.